1980-കളിൽ തമിഴ്നാടിനെ വിറപ്പിച്ച നൊട്ടോറിയസ് ക്രിമിനൽ. കള്ളുകച്ചവടവും പെൺവാണിഭവും റൗഡീസവും എല്ലാം ഒരു വഴിക്ക് നടക്കുമ്പോഴും പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനായി സ്കൂൾ നിർമ്മിച്ചു നൽകിയവൻ. തൻ്റെ നാട്ടുകാർക്ക് എല്ലാ സഹായവും ചെയ്തു നൽകുന്നവൻ. അവരുടെ വീട്ടിലെ ഏതൊരു പരിപാടികളും മുന്നിൽ നിന്നും നടത്തി കൊടുക്കുന്നവൻ. അതായിരുന്നു ഗൗരിശങ്കർ. പക്ഷേ 1995 ഏപ്രിൽ 27-ന് തൻ്റെ 41-ാം വയസ്സിൽ സേലം സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെടുമ്പോൾ അവൻ മറ്റൊരു പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്, ഓട്ടോ ശങ്കർ. ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ മാത്രമായിരുന്ന ഗൗരിശങ്കർ എങ്ങനെ തൂക്കിലേറ്റപ്പെടാൻ മാത്രമുള്ള കൊടും കുറ്റവാളിയായ ഓട്ടോ ശങ്കറായി എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു 1988 മെയ് 9 ചെന്നൈ മന്ദവെളി എന്ന സ്ഥലത്തു നിന്നും മോഹൻ, സമ്പത്ത്, ഗോവിന്ദരാജ് എന്നീ 3 യുവാക്കളെ കാണാതാവുന്നു. ഇതേ തുടർന്ന് ഇവരുടെ വീട്ടുകാർ തിരുവാൻമിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പക്ഷേ പോലീസ് ആ പരാതി നിസ്സാരമായാണ് കണ്ടത്. കാരണം തമിഴ്നാട് അന്നൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന MGRൻ്റെ മരണവും അതുമൂലമുണ്ടായ രാഷ്ട്രപതി ഭരണവും രാഷ്ട്രീയ പാർട്ടികളുടെ തമ്മിലടിയും തമിഴ്നാടിനെ മൊത്തം ഇളക്കി മറിക്കുന്ന സമയം. അതുകൊണ്ടുതന്നെ ഒരു കൊടും ക്രിമിനലിൻ്റെ ഉദയം പലരും അറിയാൻ വൈകി. അല്ലെങ്കിൽ പല രാഷ്ട്രീയക്കാരും ചേർന്ന് ഒരു ക്രിമിനലിനെ വളർത്തിയെടുത്തു എന്ന് വേണമെങ്കിലും പറയാം. പോലീസ് നിസാരമായി കണ്ട കേസിൽ 3 യുവാക്കളും 1 മാസമായിട്ടും തിരിച്ചു വന്നില്ല. ഇതോടെ അതിലൊരാളായ സമ്പത്തിൻ്റെ ഭാര്യ ഗവർണർക്ക് പരാതി നൽകുന്നു. രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന സമയമായിരുന്നതുകൊണ്ട് തന്നെ ഗവർണർ PC അലക്സാണ്ടറിനായിരുന്നു സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ ഭരണ ചുമതല. പോലീസിൻ്റെ ശ്രദ്ധയിൽ മുൻപ് തന്നെ ഈ കേസ് എത്തിയിരുന്നതായും എന്നിട്ടും അവർ കാര്യമായ അന്വേഷണം നടത്താത്തതിന് കാരണം ഈ കേസിൽ പ്രമുഖനായ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ഗവർണർ പോലീസിൻ്റെ ഒരു സ്പെഷ്യൽ ടീമിന് രൂപം നൽകി. അന്വേഷണം അവരെ ഏൽപ്പിച്ചു. ഈ ടീം കേസ് അന്വേഷണത്തിനായി തിരുവാൻമിയൂരിൽ എത്തുന്നു. അവർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാവുന്നു. കാണാതായ 3 പേരുടെയും സുഹൃത്തുക്കളിൽ ചിലരെ ചോദ്യം ചെയ്തപ്പോഴാണ് 1 മാസം മുൻപ് ഓട്ടോ ശങ്കറിൻ്റെ ടീമുമായി ഈ 3 പേരും വഴക്കുണ്ടാക്കിയിരുന്നതായും അതിനുശേഷമാണ് അവരെ കാണാതായത് എന്നും ബോധ്യപ്പെടുന്നത്. പെണ്ണുകേസിലാണ് തർക്കമുണ്ടായത് എന്നുകൂടി അറിഞ്ഞതോടെ ആരാണി ഓട്ടോ ശങ്കർ എന്ന അന്വേഷണത്തിന് അവിടെ തുടക്കം കുറിക്കുന്നു. ഇതിനായി പോലീസിൻ്റെ സ്പെഷ്യൽ ടീമിലെ ചില അംഗങ്ങൾ തിരുവാൻമിയൂറിലെ വൈൻ ഷോപ്പുകളിൽ സാധാരണ പണിക്കാരായി മാസങ്ങളോളം ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഓട്ടോ ശങ്കർ ആരാണെന്നും അയാളുടെ സ്വാധീനം എത്രത്തോളമാണെന്നും അവരറിയുന്നത്. ചെറുപ്പത്തിലെ കേരളത്തിൽ നിന്നും ചെന്നൈയിൽ വന്ന് ചായക്കട നടത്തിയിരുന്ന തങ്കരാജായിരുന്നു ശങ്കറിൻ്റെ അച്ഛൻ. തുടർന്ന് തങ്കരാജ് ജയലക്ഷ്മി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ച് തിരുവാൻമിയൂരിൽ താമസമാക്കുന്നു. ഇവർക്ക് ജനിച്ച മകനായിരുന്നു ഗൗരിശങ്കർ എന്ന ഓട്ടോ ശങ്കർ. പക്ഷേ ശങ്കർ ജനിച്ച കുറച്ചു നാളുകൾ കഴിഞ്ഞതും ജയലക്ഷ്മി അവരെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിച്ചു. പിന്നീട് ഗൗരിശങ്കർ വളർന്നത് അച്ഛൻ്റെ കൂടെയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പണക്കാരനാവണം എന്ന മോഹത്തോടെയാണ് ഗൗരിശങ്കർ വളർന്നു വന്നത്. PUC വരെ പഠിച്ചെങ്കിലും, അതായത് ഇന്നത്തെ +2, പിന്നീട് പഠനം നിർത്തി. എങ്ങനെയെങ്കിലും എളുപ്പത്തിൽ പണക്കാരനാവണം എന്ന മോഹത്തോടെ സമൂഹത്തിലേക്ക് കാലെടുത്തു വെച്ച ഒരു യുവാവ്, അതായിരുന്നു ഗൗരിശങ്കർ. പക്ഷേ ആ മോഹങ്ങൾ അല്ലെങ്കിൽ അതിമോഹങ്ങൾ അവനെ കൊണ്ടു ചെന്നെത്തിച്ചത് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു ലോകത്തേക്കായിരുന്നു. സുഹൃത്തുക്കളിൽ പലരും ഓട്ടോ ഡ്രൈവർമാരായിരുന്നതുകൊണ്ട് തന്നെ ഗൗരിശങ്കറും ഓട്ടോ ഓടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ കാര്യമായൊരു സമ്പാദ്യമൊന്നും ഉണ്ടാക്കാനാവാതെ വന്നതോടെ അവന് ആ ജോലി മടുത്തു. അന്ന് തമിഴ്നാട്ടിൽ ചാരായ വിൽപ്പന നിയന്ത്രണമില്ലാതെ നടക്കുന്ന കാലമാണ്. എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വലിയ സാധ്യതകളായിരുന്നു ചാരായ കച്ചവടത്തിൽ. ഓട്ടോയിൽ ചാരായം കടത്തൽ തന്നെ സമ്പാദിക്കാനുള്ള പ്രധാന മാർഗമായിരുന്നു. സ്വാഭാവികമായും പണക്കാരനാവണം എന്നുള്ള ആഗ്രഹവുമായി നടന്ന ശങ്കർ ചാരായം കടത്താൻ തീരുമാനിക്കുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ടായിരുന്ന ശങ്കർ വളരെ പെട്ടെന്ന് ഈ മേഖലയിൽ വളർന്നു. തിരുവാൻമിയൂർ ഏരിയയിൽ ഒരു ഡോണായി ഗൗരിശങ്കർ വളർന്നു. അതോടെ ഓട്ടോ തൊഴിലെല്ലാം നിർത്തിയെങ്കിലും ഓട്ടോ ശങ്കർ എന്ന പേരിലായിരുന്നു പിന്നീട് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. മിനിസ്റ്റർ, MLA, പോലീസ് അധികാരികൾ തുടങ്ങിയ ഉന്നത ബന്ധങ്ങൾ ഓട്ടോ ശങ്കറിന് വന്നു ചേർന്നു. ഇതോടെ ഓട്ടോ ശങ്കർ എന്ന പേര് തിരുവാൻമിയൂർ, ചെന്നൈ ഏരിയയിൽ ഒരു പേടി സ്വപ്നമായി മാറി. ആദ്യ 1 വർഷത്തിൽ ചാരായ കച്ചവടത്തിൽ നിന്നും മാത്രം 30 ലക്ഷത്തിലധികം രൂപയാണ് ഓട്ടോ ശങ്കർ സമ്പാദിച്ചത്.
1980-ലാണെന്ന് ഓർക്കണം. പക്ഷേ ആ പണം കൊണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ നിർമ്മിച്ച് നൽകുന്നതും തൻ്റെ നാട്ടുകാരെ സഹായിക്കുന്നത് പോലെയുള്ള നല്ല കാര്യങ്ങളും ഓട്ടോ ശങ്കർ ചെയ്തിരുന്നു. ഇത്രയും സ്വാധീനമുണ്ടായിട്ടും ഓട്ടോ ശങ്കർ എന്തുകൊണ്ട് തൂക്കിലേറ്റപ്പെട്ടു? പണമുണ്ടാക്കാനുള്ള ആഗ്രഹം ഒടുങ്ങാത്ത ഓട്ടോ ശങ്കർ ചാരായ കച്ചവടത്തിനൊപ്പം പെൺവാണിഭവും തുടങ്ങിയതോടെ പണം കുമിഞ്ഞുകൂടാൻ തുടങ്ങി. സമൂഹത്തിലെ ഉന്നതരായ പലർക്കും ഓട്ടോ ശങ്കർ പെണ്ണുങ്ങളെ എത്തിച്ചു കൊടുത്തിരുന്നു. ഇത്തരത്തിൽ പ്രമുഖരായ പലർക്കും എത്തിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങളോടൊപ്പമുള്ള ഫോട്ടോകൾ രഹസ്യമായി എടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന പരിപാടിയും ശങ്കർ ചെയ്തിരുന്നു. ഇത്തരത്തിൽ അക്രമങ്ങൾ അതിരുവിട്ടതോടെ ഓട്ടോ ശങ്കറിൻ്റെ പതനം ആരംഭിച്ചു. അണ്ടർ കവറിൽ രഹസ്യമായി ജോലി ചെയ്തിരുന്ന സ്പെഷ്യൽ ടീം അംഗങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നു. തിരുവാൻമയൂരിലെ ഒരു വൈൻ ഷോപ്പിന് മുന്നിൽ വെച്ച് സുബലക്ഷ്മി എന്ന ഒരു പെൺകുട്ടിയെ ഒരു ഓട്ടോ ഡ്രൈവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നായിരുന്നു ഇൻഫർമേഷൻ. ഇതിന് പിന്നിലും ഓട്ടോ ശങ്കറിൻ്റെ ഗ്യാങ്ങാണ് എന്നുകൂടെ അറിഞ്ഞതോടെ പോലീസ് ഓട്ടോ ശങ്കറിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യുന്നു. മോഹൻ, സമ്പത്ത്, ഗോവിന്ദരാജ് ഇവരുടെ മിസ്സിങ്ങിനെക്കുറിച്ച് ഓട്ടോ ശങ്കറിനോട് ചോദിക്കുന്നു. ചോദ്യം ചെയ്യലിൽ ഓട്ടോ ശങ്കർ ഒന്നും വിട്ടുപറഞ്ഞില്ലെങ്കിലും ശങ്കറിൻ്റെ കൂട്ടാളികളെ പ്രത്യേകം ചോദ്യം ചെയ്തതിലൂടെ ഇവരിൽ ഒരാളിൽ നിന്നും കൊലപാതക രഹസ്യങ്ങൾ പുറത്തുവരുന്നു. ഇത് പ്രകാരം തിരുവാൻമിയൂരിലെ ഓട്ടോ ശങ്കറിൻ്റെ വീട്ടിലെത്തിയ പോലീസ് പ്രതികൾ പറഞ്ഞുകൊടുത്ത ഭാഗത്ത് കുഴിയെടുത്ത് പരിശോധിക്കുന്നു. കുഴിക്കുംതോറും ഓരോ ശവശരീരങ്ങളായി പുറത്തു വരാൻ തുടങ്ങി. എല്ലാം ജീർണിച്ചു കഴിഞ്ഞിരുന്നു. കാണാതായ 3 പേരുടെയും മൃതദേഹങ്ങളാണ് കിട്ടിയത് എന്ന് കരുതി കേസ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ച പോലീസിനെ കാത്തിരുന്നത് പുതിയ കൊലപാതകങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. കുഴി തോണ്ടി പുറത്തെടുത്ത പോലീസിന് അവിടെ നിന്നും കിട്ടിയത് 4 മൃതദേഹങ്ങൾ. കാണാതായ മോഹൻ, സമ്പത്ത്, ഗോവിന്ദരാജ് എന്നിവരുടേതായിരുന്നു 3 മൃതദേഹങ്ങൾ. മറ്റൊരു മൃതദേഹം അജ്ഞാതമായിരുന്നു. ഓട്ടോ ശങ്കറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. എന്തായാലും പെട്ടു എന്നറിഞ്ഞതോടെ അവർ നടത്തിയ എല്ലാ കൊലപാതകങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തി തുടങ്ങി. ഓട്ടോ ശങ്കർ താൻ ആദ്യമായി കൊലപ്പെടുത്തിയത് തൻ്റെ ഭാര്യയെ തന്നെയാണെന്ന് വെളിപ്പെടുത്തിയതോടെ എല്ലാവരും ഞെട്ടി. ഓട്ടോ ശങ്കറിന് മൊത്തം 4 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ആദ്യ ഭാര്യ ജഗദീശ്വരിയെ മാത്രമാണ് നിയമപ്രകാരം വിവാഹം കഴിച്ചത്. മറ്റു 3 പേരെയും വ്യഭിചാര വൃത്തിക്കായി കൊണ്ടുവന്നപ്പോൾ ഇഷ്ടപ്പെട്ട് കൂടെ താമസിപ്പിച്ചതായിരുന്നു. ഇങ്ങനെ പെണ്ണുങ്ങളെ എത്തിച്ചിരുന്നത് ഓട്ടോ ശങ്കറിൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന സുഡലൈ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. സുഡലൈ എത്തിക്കുന്ന പെൺകുട്ടികളിൽ നല്ലവരെയൊന്നും ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാതെ ശങ്കർ കൂടെ താമസിപ്പിക്കുന്നതിൽ അയാൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ഓട്ടോ ശങ്കറിൻ്റെ 4ാമത്തെ ഭാര്യയായ ലളിതയെയും ഇങ്ങനെ കൂടെ താമസിപ്പിച്ചതോടെ സുഡലൈക്ക് നിയന്ത്രണം വിട്ടു. ലളിതയ്ക്കും ഓട്ടോ ശങ്കറിനൊപ്പം താമസിക്കുന്നതിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ സുഡലൈ ലളിതയെ അവിടെ നിന്നും കൊണ്ടുപോയി തൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നു. അവർ തമ്മിൽ അടുക്കുകയും ചെയ്തു. ഭാര്യയ്ക്ക് തൻ്റെ സുഹൃത്തിനൊപ്പം ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ സുഡലയെ കൊല്ലാൻ ഓട്ടോ ശങ്കർ തീരുമാനിക്കുന്നു. ഇതിനായി തൻ്റെ അനിയൻ ഓട്ടോ മോഹൻ, ബന്ധുവായ എൽഡിൻ, മറ്റു ചിലരെയും ചേർത്ത് ഗൂഢാലോചന നടത്തുന്നു. ഇതുപ്രകാരം ആദ്യം സുഡലയുടെ വീട്ടിലെത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കി ലളിതയെ തൻ്റെ വീട്ടിലെത്തിച്ച ശങ്കർ പക്ഷേ ആദ്യം കൊന്നത് തൻ്റെ ഭാര്യയെ തന്നെയായിരുന്നു. കൊന്നതിന് ശേഷം വീടിനകത്തെ അടുക്കളയിലാണ് ലളിതയെ കുഴിച്ചുമൂടിയത്. പിന്നീട് സുഡലയെയും വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി. പക്ഷേ അയാളുടെ മൃതദേഹം കത്തിച്ച് അസ്ഥികൾ കടലിൽ ഉപേക്ഷിച്ചു എന്നാണ് ഓട്ടോ ശങ്കർ വെളിപ്പെടുത്തിയത്. അടുക്കളയിൽ നിന്നും ലളിതയുടെ മൃതദേഹവും കുഴിതോണ്ടി പുറത്തെടുത്തതോടെ ആ വീട്ടിൽ വെച്ച് ഓട്ടോ ശങ്കറും കൂട്ടാളികളും കൊന്നുതള്ളി കുഴിച്ചുമൂടിയ മൃതദേഹങ്ങളുടെ എണ്ണം 5 പക്ഷേ സുഡലയെ കത്തിച്ച് എല്ലുകൾ കടലിൽ കളഞ്ഞു എന്നായിരുന്നു മൊഴി. അപ്പോൾ ആദ്യം കിട്ടിയ 4 മൃതദേഹങ്ങളിൽ ഒരാൾ ആരായിരുന്നു? സുഡലയെ അന്വേഷിച്ച് നിരന്തരമായി ഓട്ടോ ശങ്കറിനെ സമീപിച്ചിരുന്ന മറ്റൊരു സുഹൃത്തിനെയായിരുന്നു അവിടെ കൊന്നു കുഴിച്ചുമൂടിയിരുന്നത്. പെണ്ണുകച്ചവടത്തെ തുടർന്നുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ആദ്യം കാണാതായ 3 പേരെയും കൊലപ്പെടുത്തിയിരുന്നത്. പ്രതികൾ കുറ്റസമ്മതം നടത്തിയതോടെ ഓട്ടോ ശങ്കറിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. ചെന്നൈ സെൻട്രൽ ജയിലിൽ നിന്നും വിചാരണ നടന്നുകൊണ്ടിരിക്കെ ജയിൽ ചാടിയ ഓട്ടോ ശങ്കറിനെ 2 ആഴ്ചയ്ക്കകം ഒഡീഷയിൽ നിന്നും പിടിച്ച് വീണ്ടും ജയിലിലെത്തിക്കുന്നു. തുടർന്ന് ഇവരെ സേലം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കോടതി ഓട്ടോ ശങ്കർ, മോഹൻ, എൽഡിൻ എന്നീ 3 പേരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. മറ്റുള്ളവർക്ക് ജീവപര്യന്തവും ലഭിച്ചു. 1995 ഏപ്രിൽ 27 ഓട്ടോ ശങ്കറിനെ തൂക്കിലേറ്റാൻ പോകുന്ന ദിവസം വരെ അയാൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു താൻ രക്ഷപ്പെടുമെന്ന്. കാരണം സമൂഹത്തിൽ അത്രയും ഉന്നതരുമായിട്ടാണ് അയാൾ ബന്ധം പുലർത്തിയിരുന്നത്. തൂക്കിലേറ്റാൻ പോകുന്ന ദിവസം പുലർച്ചെ 3 മണിക്ക് ജയിലറോട് നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ ഫോൺ വരുമെന്ന്
വളരെ ആത്മവിശ്വാസത്തോടെ ഓട്ടോ ശങ്കർ പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. 1995 ഏപ്രിൽ 27 ഓട്ടോ ശങ്കറിനെ സേലം സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റി. ഓട്ടോ ശങ്കർ ജയിലിൽ വെച്ച് എഴുതിയിരുന്ന ഒരു ഡയറി ഉണ്ടായിരുന്നു. അതിൽ തമിഴ്നാട്ടിലെ ഉന്നതരായ പലരുടെയും പേരുകളുണ്ട് എന്ന് പറയുന്നു. അതിൽ രാഷ്ട്രീയക്കാരും പോലീസിലെ ഉന്നതരും സിനിമാ മേഖലയിലുള്ളവരുമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഒന്നും പുറത്തു വന്നില്ല. ഓട്ടോ ശങ്കറിൻ്റെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? അത്യാഗ്രഹമാണോ, പണമാണോ, പെണ്ണാണോ, അതോ സമൂഹമാണോ അയാളെ കൊന്നത് എന്നുള്ള കാര്യം കമൻറ്റിൽ പറയുക. ഒരു കാര്യം പറയാം, ആഗ്രഹം നല്ലതാണ്. സമ്പാദിക്കുക, പണക്കാരനാവുക എന്നുള്ളതൊക്കെ ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നമാണ്. പക്ഷേ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഒരിക്കലും എളുപ്പവഴി അന്വേഷിക്കരുത്. ബുദ്ധിപരമായുള്ള എളുപ്പവഴികൾ കണ്ടെത്താം. മറിച്ച് കുറ്റകരമായുള്ള എളുപ്പവഴികൾ കണ്ടെത്തിയാൽ അത് നമ്മളെ നാശത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു കേസുമായി അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ ബൈ.